ഇന്നിപ്പോൾ ഞാൻ പോകുന്നതേ നമ്മുടെ മുകളിലത്തെ റൂമിൻ്റെയൊക്കെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അവിടേക്ക് മെറ്റീരിയൽസ് നമുക്ക് എത്ര വേണമെങ്കിലും എടുത്തിടാനായിട്ടൊരു സ്ഥലമായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തൃശ്ശൂർ പോയിട്ട് മെറ്റീരിയൽസ് എടുക്കുക എന്നുള്ളത് ഇത്തിരി റിസ്ക്കുള്ള കാര്യമാണ്. കണ്ണൻകുട്ടീനെയും കൊണ്ട് വേണം പോകാനായിട്ട്. അവനെവിടെ അങ്ങനെ മാറ്റി നിർത്തിയിട്ട് ഇപ്പം ഞങ്ങൾ പോകാറില്ല. പക്ഷേ എനിക്ക് വേറെ നമ്മുടെ ഡ്രസ്സിൻ്റെ പർച്ചേസിനൊന്നും പോകുമ്പോൾ കണ്ണനെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. കാരണം അതൊരു ദിവസത്തെ പർച്ചേസിങ് ആണ്. ആ ഒരു ദിവസം കൊണ്ട് നമുക്ക് മുഴുവൻ പർച്ചേസിങ്ങും കഴിച്ച് വരണം. പക്ഷേ കൂത്താമ്പള്ളി പോയപ്പോൾ ഞാൻ കണ്ണനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വേറെ നമ്മൾ പോയി എടുക്കുന്നിടത്ത് എനിക്ക് കണ്ണനെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് അമ്മയുടെ അടുത്താക്കണം. ബാക്കി എല്ലായിടേക്കും ഞാൻ കണ്ണനെയും കൊണ്ട് തന്നെയാണ് കേട്ടോ പോകാറുള്ളത്. അപ്പോൾ എൻ്റെ വലിയൊരു പ്രശ്നമായിരുന്നു സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് നമുക്കത് ഇടാനായിട്ട് അല്ലെങ്കിൽ എടുത്ത് വെക്കാനായിട്ട് സ്ഥലമില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അതിനൊരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മുകളിൽ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽസ് കുറച്ചെടുത്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയതായിരുന്നു തൃശ്ശൂർക്ക്. അപ്പോൾ ചേട്ടനും കണ്ണനും ഞാനും കൂടിയാണ് പോയത്. കല്ലൂട്ടിനെ സ്കൂളിലിട്ടിട്ടാണ് കേട്ടോ പോയത്. കല്ല് തിരിച്ചെത്തുമ്പോഴേക്കും നമുക്ക് തിരിച്ചെത്തും വേണം. നമുക്കാണെങ്കിൽ കുറേ അധികം മെറ്റീരിയൽസ് എടുക്കാനുണ്ട്. ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും 20,000 അല്ലെങ്കിൽ 25,000 രൂപയ്ക്കുള്ള മെറ്റീരിയൽസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. എന്നാലാണ് എനിക്ക് അല്ലെങ്കിൽ ഈ പോക്ക് വരവിൻ്റെ ഒരു ചിലവ് വേറെ നമുക്ക് വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. കൊറിയർ അവരവിടെ നിന്ന് അയച്ചു തരും. പക്ഷേ എനിക്കാണെങ്കിൽ ഞാൻ നോക്കി സാധനങ്ങൾ എടുക്കുമ്പോഴാണ് എനിക്കൊരു തൃപ്തി. അപ്പോൾ അങ്ങനെ ഞാൻ പോയി തന്നെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ കുറച്ചധികം സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഷോപ്പ് എനിക്ക് ഭയങ്കര പരിചിതമാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ്. കുറേ അധികം തന്നെ നമുക്ക് ഉണ്ട്. ആ ബാസ്ക്കറ്റുകളിലാക്കി വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഇനി കുറച്ചധികം എനിക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ എനിക്ക് അതിനൊരു സ്പേസ് ആയിട്ടുണ്ട്, എൻ്റേതായിട്ടൊരു സ്പേസ് ആയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഹാളിൽ ഇരുന്നിട്ട് ഇത് ചെയ്തൊക്കെ വരുമ്പോൾ പിന്നെ ഹാളും കൂടെ വൃത്തിയാക്കലൊക്കെ ആകുമ്പോൾ വലിയ പണിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കണ്ടില്ലേ, ചാക്ക് കണക്കിനാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് വരാറുള്ളത്. എൻ്റെ അടുത്ത് പലരും വന്ന് പല ഡൗട്ട്സുകളും ചോദിക്കാറുണ്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക, ഇത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിതിങ്ങനെ സെയിലായിട്ട് പോകുന്നതും ഓർഡേഴ്സ് കിട്ടുന്നതും. ഉണ്ടാക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് പണിയുണ്ട്. ഞാനിപ്പോൾ വർഷങ്ങൾ കൊണ്ടാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നെറ്റിപ്പട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അതിൽ കുറവുകൾ ഉണ്ടാവും. ഒരുപാട് ഉണ്ടാക്കി കഴിയുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ ചിലപ്പോൾ ആദ്യം ഉണ്ടാക്കിയുള്ളത് അത്ര നന്നായിട്ടുണ്ടാവില്ല. രണ്ടാമത് ഉണ്ടാക്കിയത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാകും. പിന്നെ മൂന്നാമത് ഉണ്ടാക്കുമ്പോൾ പിന്നെയും ബെറ്റർ ആയിട്ട് വരും. അങ്ങനെ വർഷങ്ങൾ കൊണ്ടാണ് ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നെറ്റിപ്പട്ടം ഉണ്ടാക്കിയുള്ളത്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് യൂട്യൂബ് നോക്കിയിട്ടൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് പഠിക്കാൻ. പക്ഷേ അത് എങ്ങനെ സെയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് വരുന്നത്. അപ്പോൾ സാധാരണക്കാർ ഇത് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് വലിയൊരു പ്രയോജനം ഉണ്ടാവുമെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമ്മളിന്ന് ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ.